ഫിലിം ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച സൈക്കിൾ മഹേഷ് ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. കോവിഡ് ലോക്ക്ഡൌണിന്റെ അനിശ്ചിതത്വത്തിലകപ്പെട്ട അതിഥി തൊഴിലാളി മഹേഷ് നടത്തിയ യാത്രയാണ് ഡോക്യുമെന്ററി പറയുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും ഒഡീഷയിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് 1700 കിലോമീറ്റർ ദൂരം നടത്തിയ സൈക്കിൾ യാത്ര നമ്മൾ കാണാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളുടെ യഥാർത്ഥ മുഖം ഒപ്പിയെടുക്കാൻ നടത്തിയ ശ്രമത്തോടൊപ്പം ചക്രം പോലെ തിരിഞ്ഞുതീരുന്ന ജീവിതത്തിൽ തുടങ്ങിയിടത്തു നിന്നും എവിടെയും എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെന്ന നിസ്സഹായ അവസ്ഥയുടേത് കൂടിയാണെന്ന് സംവിധായകൻ സുഹൈൽ ബാനർജി പറഞ്ഞു. മയിൽ ചേതന ഫിലിം ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച സൈക്കിൾ മഹേഷ് ഡോക്യുമെന്ററി പ്രദർശനത്തിന് ശേഷം നടന്ന മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. That I am presenting it in front of an audience like this. It is only in Kerala that a bill is printed and gentleman was standing outside and handing it to people and handing it to people who were going and they were looking and reading it, because outside Kerala this does not happen. So this is a discerning audience. This is an audience who wants to watch. ഡോക്യുമെന്ററി സിനിമകളുടെ പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി നറേഷനുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണ സിനിമാ ശൈലിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. യാഥാർത്ഥ്യവും ഭാവനയും കലാപരമായി ലയിച്ചു ചേർന്ന ഒരു സർഗാത്മക സൃഷ്ടി. സിനിമയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു സിനിമയെ കൂടി അനുഭവിപ്പിക്കുന്ന സംഗീതവും ശബ്ദവും വെളിച്ചവുമെല്ലാം വളരെ ആസ്വാദ്യകരമാം വിധം വിന്യസിക്കപ്പെട്ട എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ഇത്. ദേശാതിർത്തികൾ ഭേദിച്ചുകൊണ്ടുള്ള മൂലധനത്തിന്റെ പ്രവാഹവും കടന്നുകയറ്റവും തൊഴിലാളികളെയും ദേശാതിർത്തികൾ ഭേദിച്ചു സഞ്ചരിക്കാൻ നിർബന്ധിതരാക്കും. താൽക്കാലികമായി അവർക്ക് ലഭ്യമാകുന്ന തൊഴിൽ കമ്പോളവും ഡിമാൻഡും പക്ഷേ വെറും വ്യാജ പ്രതീക്ഷകൾ മാത്രമാണെന്ന് ചിത്രം കാട്ടിത്തരുന്നു. മഹേഷ് എന്ന നിർമ്മാണ തൊഴിലാളിയുടെ സങ്കല്പങ്ങളും മോഹങ്ങളും അവസാനം സ്വന്തം ഗ്രാമത്തിന്റെ നദിക്കരയിൽ പൊലിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തൊഴിൽ തേടി നാട് വിടുമ്പോഴും മഹാമാരിയുടെ ദുരിതത്തിൽ ജീവിതവും തിരിച്ചുള്ള യാത്രയും ഗുരുതരമായ പ്രതിസന്ധികളായി മുന്നിൽ നിൽക്കുമ്പോഴും മഹേഷിന് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് സിനിമ നൽകുന്നത്. മുതലാളിത്ത വ്യവസ്ഥയിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂരിപക്ഷ ജനതയും അതിൽ നിന്നെല്ലാം ഭീകരമായി വന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതേ കാര്യം തികച്ചും നൂതനമായ ഒരു ശൈലിയിൽ വലിയ അവകാശവാദങ്ങളും ബഹളങ്ങളും ഇല്ലാതെ അവതരിപ്പിക്കുകയായിരുന്നു സംവിധായകൻ സുഹൈൽ ബാനർജി. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദ് അധ്യക്ഷയായ മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോറം ഫോർ പീപ്പിൾ ആൻഡ് ജസ്റ്റിസ് ആണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. സിനിമയുടെ പ്രദർശനത്തിനു ശേഷം മയിൽ വ്യാപാര ഭവനിൽ നടന്ന മുഖാമുഖത്തിൽ ദീപു പ്രദീപ്, ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, ഉമ്മർ ചാവശ്ശേരി, വി ശ്രീനിവാസൻ, വിജയൻ കൂടാളി, ഗംഗാധരൻ മലപ്പട്ടം, കെ ബാലകൃഷ്ണൻ, ശശി ചോറോൺ, മുരളീധരൻ കരിവള്ളൂർ, സതീശൻ തോപ്രത്ത്, വിനോദ് കുമാർ കെ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു.